சாதாரணமா இருந்த ஒரு விஜய இந்த உயரத்துல தூக்கி வச்சு கொண்டாடிக்கிட்டு இருக்கிறீங்க. உங்க வீட்டுல ஒருத்தனாவே ஆக்கிட்டீங்க, உங்க சொந்தக்காரனாவே ஆக்கிட்டீங்க. என்னங்க பெரிய பணம் வேணுங்கிற அளவுக்கு பார்த்தாச்சு. அரசியலுக்கு வந்துதான் நான் பணம் சம்பாதிக்கணுமா என்ன? அதுக்கு கொஞ்சம் கூட அவசிയമേ ഇല്ല. ഇതിനകത്ത് വിജയ് പറയുന്നുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പരിപാടിയല്ല. അതൊക്കെ സത്യം തന്നെയാണ്. അതിനകത്തൊക്കെ 100% അംഗീകരിക്കുന്നു. നിങ്ങൾ പൈസ പല കോടികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കുന്നത്, മക്കളെ സേവിക്കാം എന്നൊരു രീതിയിൽ തന്നെ ഇറങ്ങിയത്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഈ ഉണ്ടായിരിക്കുന്ന സംഭവം അതൊരു ചെറിയ ഇതൊന്നുമല്ല. 40 പേര് മരണപ്പെടുക, പിന്നെ ഇത്രയും തിരക്കിലും പിന്നെ ഇപ്പോൾ 20 ലക്ഷം രൂപ അവരുടെ കുടുംബക്കാർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജയാണോ ഇതിന് കുറ്റവാളി എന്ന് വെച്ചാൽ വിജയല്ല. വിജയ് അവിടെ വന്നു, അത്രയും തിരക്ക് കാര്യങ്ങളുണ്ടായി, അത് പുള്ളിക്കാരൻ അത്രയും ആരാധകരും വലയും കാര്യങ്ങളുണ്ടായി എന്ന് കരുതിയിട്ട് ഇപ്പം സ്റ്റാലിൻ സാർ ഒറ്റയടിക്ക് പുള്ളിക്കാരനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ ഇടം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം മൻസൂർ അലിഖാനൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, അന്ന് അറസ്റ്റ് ചെയ്ത് നോക്ക്, തമിഴ്നാട് കത്ത് വന്നു. ശരിയായിരിക്കും, വിജയ്ക്ക് അത്രമാത്രം പിടിപാട് കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്റ്റാലിനും അതുപോലെ പവറും കാര്യങ്ങളുണ്ട്. വിജയ് അന്ന് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് അന്ന് ആ വെള്ളമൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുത്തതും അതൊക്കെ ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിലെടുത്ത് പോരും. പക്ഷേ ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കി. ആ ഏരിയ മാറി എവിടെയെങ്കിലും നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാം കൺട്രോളിൽ നിന്ന് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചും കൂടി ഇത് കിട്ടിയത്. അതാണ് സപ്പോർട്ട് പോയത്. സിനിമയിൽ മാത്രമേ ഡയലോഗ് അടിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് മുങ്ങിയത് എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കുറേ ആൾക്കാർ, സ്റ്റാലിൻ്റെ ആൾക്കാർ, പാർട്ടിക്കാർ ചോദിക്കുന്നത്. പാർട്ടി മാറ്റി വയ്ക്കുക. ഇത്രയും വലിയൊരു ഇൻസിഡൻസ് നടക്കുമ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി പെട്ടെന്ന് നേരെ പോവല്ലല്ലോ വേണ്ടത്. ഒന്നെങ്കിൽ ആ ഏരിയ മാറിയിട്ട് എവിടെയെങ്കിലും വിജയ് വിചാരിച്ച എവിടെയെങ്കിലും നിന്നൂടെ? വിജയ് അത്രയും മാത്രം ആൾക്കാർ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ മറ്റൊരു ചൂണ്ടിക്കാണിക്കുന്നത്. എനിവേ ലീവ് ഇറ്റ്. ഒരു പാർട്ടി ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ മനഃപൂർവ്വം വിജയ് കൊന്നതല്ലല്ലോ. അത്രയും വലിയ തെക്കിലും തിരക്കിലും പിന്നെ ഒരു വിജയുടെ പാർട്ടിക്കാർ പറയുന്നുണ്ട് ഈ മറ്റവർ ചെയ്തതാണ്, മറ്റേരും മനഃപൂർവ്വം പണിഞ്ഞത്. പക്ഷേ നമുക്ക് സംശയം തള്ളിക്കളയാതിരിക്കാനും പറ്റത്തില്ല. വിജയ് ഇത്രയും ഒരു കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടൊരു ഫാൻസ് ബേസും ഒരു നല്ലൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് TVK വന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റവർ ചെയ്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. എനിവേ 2026 വിജയുടെ ആ ഒരു മന്ത്രിസ്ഥാനം, നേരത്തെ വരെ കരൂർ വരുന്ന ഈ സംഭവം ഉണ്ടാകുന്നവരെ ഓക്കെ ആയിരുന്നു. ഒരു 60-50% നമുക്ക് 50-50 നോക്കാമായിരുന്നു. ഇപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ആൾക്കാർ അവർ മാക്സിമം മാറിയിട്ടുണ്ട്. അത് സ്റ്റാലിൻ വന്നിട്ട് പറയുന്നുണ്ട്, നോക്ക് 2026 ആരാ വരുന്നില്ലേ എന്നുള്ളത്. എനിവേ നമുക്കറിയത്തില്ല, ചിലപ്പോൾ പറയാൻ പറ്റൂല, ലക്കാണ്. വിജയ് എന്തായാലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ വിജയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ ലക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറേ ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും പുള്ളിക്കാരൻ വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇൻസിഡൻസ് നടന്നൊരു വലിയൊരു പ്രശ്നമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയുന്നില്ല. ഞാൻ കാരണമാണ് ഇത് ഉണ്ടായി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടൊരു വീഡിയോ ബൈറ്റ് ഇന്നലെ കണ്ടത് ട്വിറ്റ് ചെയ്തു. അതിനകത്തും ഇങ്ങനെ നടന്നു എന്ന് പറയുന്നു. അല്ലാതെ ഞാൻ കാരണമാണ്, ഐ എം ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല അതിനകത്ത്. അപ്പോൾ അതാണൊരു മിസ്റ്റേക്ക് മറ്റൊരു ചൂണ്ടിക്കാണിക്കുന്നു. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഞാൻ അങ്ങനെ ഒരു ജാഥയ്ക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടത് ഏറ്റെടുക്കുന്നില്ല? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. എനിവേ ലെറ്റ്സ് സീ. തമിഴ്നാട് എന്തായാലും ഇതൊരു വിഷയം, ഒരു വലിയൊരു കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. വിജയ് ഈ ഒരു വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ, 2026 വിജയ് ഇനി മിനിസ്റ്റർ ആവാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? നേരത്തെ വരെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ചാൻസ് ഉണ്ട്. ഇപ്പോഴ് അദ്ദേഹത്തിന് ആ ഒരു ചാൻസ് നിലനിൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം മല്ലൂസിൻ്റെ. ഷെയർ ദിസ് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക. ഒപ്പം ഇത് വിജയ് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആസ് എൻ ആക്ടർ വിജയ് വേറെ ലെവലായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വിജയ് ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വരണ്ടായിരുന്നു. വേറെ ഇപ്പം ആൾക്കാരെ സഹായിക്കാനാണെങ്കിലും ചാരിറ്റി ചെയ്യാനാണെങ്കിലും രാഷ്ട്രീയ ആവശ്യമില്ല. ഇപ്പം തന്നെ സൂര്യയുടെ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. രാഷ്ട്രീയം വെച്ചിട്ടാണോ? വിജയ് നേരത്തെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരുപാട് ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. എനിവേ ലെറ്റ്സ് സീ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. And share this video. Okay. உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா, தன்னோட அரசியல் பயணம். அனைவருக்கும் வணக்கம். என் லைஃப்ல இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சிச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி,
வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம்தான், அவங்க என் மேலே வச்சிருக்கிற தங்கும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம். அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்கறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். ஆனால் நடக்கக்கூடாது நடந்துருச்சு. அந்த மனுஷன் தானே அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும் போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அது ஒரு காரணம் காட்டி உங்க வேற சில பதட்டமான சுச்சுவேஷன்ஸ், வேற சில சம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நான் அவாய்ட் பண்ணேன். இந்த நேரத்தில் சொந்தங்களை இழந்து தவிக்கிற அத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இரங்கலை தெரிவிச்சுக்கிறேன். எனக்கு தெரியும் என்ன சொன்னாலும் இது ஈடையாகாதுன்னு எனக்கு தெரியும். ஹாஸ்பிட்டலில் ட்ரீட் பண்ணிட்டு இருக்கிற எல்லாருமே சீக்கிரமாக க்யூர் ஆகி வரணுன்றது இந்த நேரத்தில் நான் வேண்டிக்கிறேன். கூடிய சீக்கிரமே உங்கள் எல்லாரையும் நான் சந்திக்கிறேன். மயிரை பண்ணுவீங்க பண்ணு, கை வச்சு பாரு தமிழ்நாடு என்ன ஆகுதுன்னு. பண்ணுறவனை விட்டு போட்டு விஜயை கைது பண்ணிங்க. போனப்பா பொழப்பு கட்டணும், சொரக்காய்க்கு உப்பு இல்லைன்ட்டு பண்ணு, கை வை. நெக்ஸ்ட் பாய்.